ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും +2 തുല്യത പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യനും പറയും, നമ്മളതിൻ്റെ ആൻസറും പറഞ്ഞു പോകുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് 5 മാർക്കിന് വരുന്നതും 4 മാർക്കിന് വരുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും വൺ വേർഡൊക്കെ നമുക്ക് ഇതേപോലെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. പഴയ പരീക്ഷകൾക്കൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ള എസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. പൊളിറ്റിക്കൽ സയൻസ് ഭാഗം 1 ആദ്യത്തെ ചാപ്റ്ററാണ് രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ഇതിൽ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ വിഭജനത്തിൻ്റെ പ്രക്രിയയും പ്രത്യാഘാതങ്ങളും വിശദീകരിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് വിഭജനത്തിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യ വിഭജിക്കാനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ച് കേട്ടോ. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചത്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏത് സിദ്ധാന്തമാണ്? ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ഇതനുസരിച്ചിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യനെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത ജനതകളാണെന്നും ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിലൂടെ പാർട്ടി വാദിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ എന്ന് പറയണതും മുസ്ലിംസ് എന്ന് പറയണതും 2 വ്യത്യസ്ത ജനതകളാണെന്ന് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിലൂടെ പാർട്ടി വാദിക്കുകയുണ്ടായി. വ്യത്യസ്ത ദേശീയത ഉള്ളവർക്ക് ഒരുമിച്ച് താമസിക്കുക എന്നത് അസാധ്യമായതിനാൽ മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായി. കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ട് ഇതിനെ എതിർത്തു. പക്ഷേ ബ്രിട്ടീഷ് പിന്തുണയോടെ മുസ്ലിം ലീഗിന് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായി. അപ്പം ഏത് പ്രകാരമാണ് നമ്മുടെ ഇന്ത്യനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്? മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ഇങ്ങനെ ഇന്ത്യനെ വിഭജിക്കുക എന്നുള്ളൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രക്രിയ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത്തരത്തിലൊരു വിഭജനം നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, മുസ്ലിം ഭൂരിപക്ഷ മേഖല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏക മേഖല അന്നില്ലായിരുന്നു. അതൊരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചിട്ടുള്ള ആൾക്കാരല്ല. അതും അവർക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായി. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്ന പഞ്ചാബിലും ബംഗാളിലൊക്കെ മുസ്ലിംസ് ആയിരുന്നില്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാലാമത്തെ ഒരു പ്രശ്നം അതിർത്തി പ്രദേശങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിരുന്നേ. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് വിഭജനം നടപ്പിലാക്കുക എന്ന് പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല എന്ന് പറയണത്. അപ്പം ഇതാണ് വിഭജനത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്ന ഒരു ഭാഗം കേട്ടോ. ഇനി പറയണത് വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് മാത്രം പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതിയില്ലേ. ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാട് വിട്ടിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കിടയിലും അത് മാത്രമല്ലാണ്ട് ഇപ്പം പാകിസ്ഥാനിലേക്ക് പോകേണ്ട ഒരാൾക്കാർ ഇന്ത്യയിൽ നിൽക്കുകയും ഇന്ത്യയിലേക്ക് വരേണ്ട ആൾക്കാർ പാകിസ്ഥാനിൽ പെട്ടു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിലും പിന്നെ ആൾക്കാർ തമ്മിൽ മതത്തിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ കൊലയും തട്ടിക്കൊണ്ടു പോകലും പീഡനം, ബലാത്സംഗം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു. പല കുട്ടികളും അനാഥരായിട്ട് തീർന്നിട്ടുണ്ടായി. നിർബന്ധിത വിവാഹവും മതപരിവർത്തനവും നടന്നിട്ടുണ്ടായിരുന്നു. വർഗീയ മേഖലകളുടെ രൂപപ്പെടലാണ്. ഓരോ സ്ഥലങ്ങളും വർഗീയ മേഖലകളായിട്ട് മാറിക്കൊണ്ടിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായി. കൊലയും ഒക്കെ നടന്നിട്ടുണ്ട്. ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത എന്ന സ്ഥലങ്ങളൊക്കെ കമ്മ്യൂണൽ സോണുകളായിട്ട് മാറിയിട്ടുണ്ടായി. അഭയാർത്ഥികൾ പോലും അക്രമത്തിന് ഇരയായിട്ട് മാറി. 10 ലക്ഷത്തോളം ആളുകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഈ വിഭജനം എന്നുള്ള സംഭവം വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റെയിൽവേ ജീവനക്കാരും ഗവൺമെൻറ് ജീവനക്കാരൊക്കെ വിഭജിക്കപ്പെട്ടിട്ടുണ്ടായി. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്ന് ചില സംഘടനകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പല നേതാക്കളും ഇതിനെ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്നതാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 8 മാർക്കിന് സാധാരണ 8 മാർക്കിനാണ് കാണാറുള്ളത്. 8 മാർക്കിനല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ആലോചിക്കണം? സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാഷ്ട്രങ്ങളാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്.
ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഭജനം നടന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതണേ. പിന്നെ വിഭജന പ്രക്രിയകളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം പ്രത്യാഘാതങ്ങൾ എഴുതണം. അത് നമുക്ക് ഓർമ്മയിൽ കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ട് എഴുതുക. ഇനി അടുത്ത വീഡിയോയിൽ 8 മാർക്കിൻ്റെ അടുത്തൊരു ചാപ്റ്ററായിട്ട് വരാം.